ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ദിവസമായിരുന്നു ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയിപ്പോയി. പിന്നെ ഇപ്പോഴാണ് ഫോൺ വാങ്ങിച്ചത്. ആ ഫോണിനെ പറ്റിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. പിന്നെ ഇന്നൊരു ട്രിപ്പുണ്ട്, അപ്പോൾ അതിൻ്റെ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചാൽ. അപ്പോൾ നമുക്ക് ഫോൺ വഴി കാണാം. പിന്നെ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഞാൻ കുളിച്ച് റെഡിയൊക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് ലാസ്റ്റ് ലുക്ക് കാണാം. ഫൈനലി നമ്മൾ കുളിച്ച് ഇറങ്ങിയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. കോസ്റ്റ്യൂം ഞാൻ കുറച്ച് കാണിക്കാം. വേറൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ, മുമ്പാണെങ്കിൽ ഞാൻ എൻ്റെ സ്കിൻ കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കത്തില്ലായിരുന്നു. പക്ഷേ ഇതിൽ പോയി മനസ്സിലായിരുന്നു വേറെ എന്തൊക്കെ നമ്മൾ മുഖത്തിട്ടില്ലെങ്കിൽ സൺസ്ക്രീൻ ഇടേണ്ട കാര്യത്തിൻ്റെ അത്യാവശ്യം. കാരണം അമ്മ അത് വീടാണ്. 2 ദിവസം പണ്ട് ഇൻസിഡൻറ്റ് സംഭവിച്ചായിരുന്നു. ഞാൻ ഒന്ന് ലുലുമാളിൽ പോയായിരുന്നു, ഒരു ബാഗ് കൊണ്ട് പോയി. അതായത് ലാപ്ടോപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് അവിടെ പോയത്. അത് ശരിയാക്കാൻ വേണ്ടി കൊടുത്താൽ പോയിട്ട് തിരിച്ച് ഞാൻ ലുലുമാൾ എത്തിയിട്ട് ബാഗ് ഒന്ന് ചെക്ക് ചെയ്തിട്ടാണെങ്കിൽ ബാഗിൻ്റെ ഔട്ടർ ലെയർ ഫുള്ള് കരിഞ്ഞിരിക്കുന്നു. അതായത് നമ്മുടെ ചൂടടിച്ചിട്ട് ഹീറ്റ് ആവുന്ന പോലെ. അപ്പോഴാണ് എനിക്ക് എഫക്റ്റ് മനസ്സിലായത്. ഞാൻ ഫുൾ കവർ ഡർക്കാടായിരുന്നു. എന്നിട്ട് ഫുൾ കൈ കട്ടും ഷൂ എല്ലാം കൂടെ ആയിട്ടാണ് ഞാൻ പോകുന്നത്. എന്നിട്ട് ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മളൊരു ഉച്ച സമയമൊക്കെ ആയിട്ട് നമ്മളവിടെ. എന്നിട്ടാണെങ്കിൽ നമ്മൾ നേരെ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് ചില്ലൊക്കെ അടിച്ചിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. നേരെ നമ്മളുടെ വേറൊരു കസിനുണ്ട്, വീടുണ്ടായിരുന്നു. അത് അവിടെ നിന്ന് കുറച്ചൊരു ഹാഫ് ആൻഡ് അവർ ദൂരം ഡിസ്റ്റൻസ് ഉള്ളായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ അവിടെ നിറച്ച് ചെടികളും പൂക്കളൊക്കെ ആയിരുന്നു. അവിടെ ഒരുപാട് ചെടികൾ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ വന്ന വഴികളിലും ഒരുപാട് ചെടികളുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നിട്ട് അതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് എന്നിട്ടാണെങ്കിൽ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. നേരെ നമ്മൾ പോയതാണെങ്കിൽ ഒരു കട കേട്ടിട്ടുണ്ടായിരുന്നു, 20 രൂപയ്ക്ക് അവിടെ എന്ത് സാധനങ്ങളും കിട്ടുമെന്ന്. അങ്ങനെ നേരെ അങ്ങോട്ടാണ് പോയത്. ഞാൻ ഈ കാണിക്കുന്ന കുപ്പിയൊക്കെ വേറെ 20 രൂപയുള്ളായിരുന്നു. അതുപോലെ ഒരുപാട് ബോട്ടിൽസ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഹോൾസെയിലായിട്ട് എടുക്കുന്നവർക്കൊക്കെ ലാഭമായിരിക്കും, അല്ലാതെ അടുത്തുള്ളവർക്കായിരിക്കും ലാഭം. അല്ലാതെ ദൂരെ നിന്ന് ആരും വന്ന് എടുക്കാനായിട്ട് നിൽക്കണ്ട. അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ ആരും പറയാനൊന്നും പോണില്ല. ഈ വീഡിയോ കാണുന്നതാകപ്പോൾ 2-3 പേരായിരിക്കും. എന്നിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് വണ്ടി എടുത്ത് തിരിച്ചായിരുന്നു. ഏകദേശം ഒരു 10-11 മണിയായപ്പോൾ നമ്മൾ വീടെത്തിയായിരുന്നു. പിന്നെ അതിനുശേഷമുള്ള ക്ലിപ്പൊന്നും ഞാൻ അങ്ങനെ ആഡ് ചെയ്തിട്ടില്ല. എനിക്ക് ഇപ്പം തന്നെ വ്ളോഗ് ഏകദേശം നല്ല ലെങ്തായി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.